അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ വീണ്ടും നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ കഷ്ടമില്ലാത്തവർ എത്ര പേരുണ്ട്? ഒന്നല്ലെങ്കിൽ മറ്റു പല നിലയിലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ടില്ലേ, എന്തുകൊണ്ടാണ് ദൈവമേ ഈ കഷ്ടം മാറാത്തത്? എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടത വന്നത്? എന്ന് എൻ്റെ ഈ കഷ്ടതയ്ക്ക് മാറ്റം വരും എന്ന് നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? എന്നാൽ അതിന് ഉത്തരമായി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞൊരു വചനം ഇതാണ്: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് നമ്മെ വിളിച്ച ഒറ്റ ഒരാളെ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മറ്റുള്ളവരെല്ലാം നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരാം, സന്തോഷം കിട്ടും, സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് പലരും നമ്മളെ വിളിച്ചത്. പക്ഷേ യേശു കർത്താവ് അതിൻ്റെ ഓപ്പോസിറ്റായി സംസാരിച്ചാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് കഷ്ടമേ കിട്ടൂ. ഈ ലോകം കഷ്ടത നിറഞ്ഞതാ പ്രിയപ്പെട്ടവരെ. ഈ ലോകം വേദന നിറഞ്ഞതാ. ഒരു കഷ്ടത്തിൽ നിന്നും മറ്റൊരു കഷ്ടത്തിലേക്ക് നമ്മൾ മാറിപ്പോകുന്ന ഒരു അനുഭവം. എന്നാൽ കർത്താവ് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അടുത്തത് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം. അതാണ് വളരെ ഇമ്പോർട്ടൻസ് ഒരു കാര്യം. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ഒരു ധൈര്യപ്പെടാൻ ഒരു മനസ്സുണ്ടാകുക. എപ്പോഴാണ് ധൈര്യം വരുന്നത്? യേശു കർത്താവ് പറഞ്ഞ അടുത്ത വാക്ക്, ഞാൻ ലോകത്തെ ജയിച്ചവനാ. സ്തോത്രം. യേശു കർത്താവ് നായകനായി നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മുടെ കഷ്ടതകള് നമുക്കൊന്നുമില്ല എന്ന് പറയുവാൻ കഴിയണമെങ്കിൽ നമ്മെ നയിക്കുന്ന നായകനായ കർത്താവിനെ ഓർക്കണം. സ്തോത്രം. കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമുക്ക് സന്തോഷം നൽകും. നമ്മുടെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഓർത്തിരുന്നാൽ നമുക്ക് വേദന മാത്രമേ വരൂ. നമ്മൾ വീണ്ടും ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സംഭവിച്ച വിഷമങ്ങൾ, പ്രതികൂലങ്ങൾ, മറ്റുള്ളവർ നമ്മളോട് ചെയ്തത്, നമ്മളെ സ്നേഹിച്ചവരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് പോയത്, അതേ നമ്മളെ ഉപദ്രവിച്ചത്, ഇന്നും അവർ നമുക്കെതിരായി കുറ്റങ്ങൾ പറയുന്നത്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേദന വരത്തേ ഉള്ളൂ. പക്ഷേ നമ്മൾ തനിയെ ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ കർത്താവിനെ കുറിച്ച് ഓർക്കുക. കാരണം സകലത്തെയും ജയിച്ചവനാണ് നമ്മുടെ കർത്താവ്. കഷ്ടതയെ ജയിച്ചവൻ, നിന്ദയെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പരിഹാസത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, ലോകത്തിന്റെ അധിപനായി ഇന്ന് വാഴാമെന്ന് ശ്രമിക്കുന്ന സകല സാത്താന്യ സൈന്യത്തെയും ജയിച്ചവനായ കർത്താവ്, ജയാളിയായ കർത്താവ്, യഹൂദാ ഗോത്രത്തിലെ സിംഹമായ കർത്താവ്. ആ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചാൽ ഈ ലോകം നമ്മളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്ന കഷ്ടതകൾ നമുക്ക് സാരമില്ല എന്ന് പറയാൻ സാധിക്കും. അതാ നമുക്ക് വേണ്ടത്. യേശു കർത്താവ് അതാ പറഞ്ഞ, ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾ ധൈര്യപ്പെട്ടോണം. എന്താ? ഞാൻ ലോകത്തെ ജയിച്ചതാ. കർത്താവ് ഈ ലോകത്തെയൊക്കെ ജയിച്ച കർത്താവാണെങ്കിൽ നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവാണ് നമ്മളെ വിളിച്ചിറക്കിയത്. ആ കർത്താവാണ് നിങ്ങളെ വിശ്വാസപാതയിൽ കൊണ്ടുവന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഇന്നുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, വിശ്വാസത്തിൽ വന്നിട്ടില്ലെങ്കിൽ, ദൈവവേദനായി തീർന്നിട്ടില്ലെങ്കിൽ, ആ കർത്താവ് പറയുക, എൻ്റെ മകനെ, മകളെ, നീ എൻ്റെ കൂടെ വാ. ഞാൻ ഈ ലോകത്തിലുള്ള സകലത്തെ ജയിച്ച ഒരു കർത്താവാണ്. നമ്മൾ ഈ ലോകത്തിലുള്ള മറ്റാരുടെ പുറകെ പോയാലും നമുക്കൊന്നും കിട്ടത്തില്ല. അവർ നമ്മളിൽ നിന്നൊക്കെ എല്ലാം വാങ്ങിച്ചതിന് ശേഷം അവർ നമ്മളെ തള്ളിക്കളയും. അത് ആത്മീയത്തിലുമുണ്ട്, ഭൗമികത്തിലുമുണ്ട്. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ എല്ലാവരും നമ്മളെ വിളിക്കും, ആരോഗ്യമുള്ളപ്പോൾ നമ്മളെ എല്ലാവരും സ്നേഹിക്കും, കരുതും. പക്ഷെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സ്വന്തത്തിൽപ്പെട്ടവർ പോലും നമ്മളെ തള്ളിക്കളയുന്ന ഒരു അനുഭവമാണ്. പക്ഷെ അപ്പോഴും കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. കാരണം ഈ ലോകത്തിൽ എനിക്ക് ഏറ്റതുപോലെ ആർക്കും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആകയാൽ മറ്റുള്ള എൻ്റെ കുഞ്ഞുങ്ങളുടെ, എൻ്റെ മക്കളുടെ, യേശു കർത്താവ് പറയുക, എൻ്റെ മക്കളുടെ വേദന എന്തെന്ന് എനിക്കറിയാം. ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ വലിയ സ്നേഹം, ആ വലിയ കരുതൽ, വലിയ കൃപ നമ്മുടെ മേൽ പകരുകയാണ്. ലോകത്തെ ജയിച്ചൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ കഷ്ടതകളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകത്തക്ക നിലയിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒരുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കാം.
ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാലൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.